ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ വിചാരം ജിമ്മിൽ വന്ന എല്ലാവർക്കും അങ്ങ് റിസൾട്ട് ആണെന്നാണ്. അണ്ട് ജിമ്മിൽ വരുന്നവർക്ക് റിസൾട്ട് കിട്ടും, അവർ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ജിമ്മുകളിലെല്ലാം നോക്കിയാൽ മതി, കുറെ ആൾക്കാർ വരും, സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ വരും. അതിൽ സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ നല്ല രീതിക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതിലൊന്നും പെടാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവിടെ നിൽക്കുന്ന ട്രെയിനേഴ്സ് ഉണ്ട്, അവിടെ ഒന്നും രണ്ടും മൂന്നും നാലും ട്രെയിനേഴ്സ് കാണും. അവരോട് ആരോ ഓടി ചോദിക്കത്തില്ല, കാരണം കുറച്ചിലാണ് അവർക്ക്. അവർക്ക് ചിലപ്പോൾ അവരെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരായിരിക്കും. ചിലപ്പോൾ പറയും, നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ജിമ്മിൽ പോയിട്ടുള്ളേ. മനസ്സിലായില്ലേ? അതിലൊന്നും കാര്യമില്ല. നിങ്ങളെക്കാട്ടിലും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, കാരണം ചെയ്യിപ്പിച്ച് റിസൾട്ട് ഉണ്ടാക്കിയ ട്രെയിനേഴ്സ് ആയിരിക്കും അവിടെ നിൽക്കുന്നത്. അവർക്ക് അതൊക്കെ ചോദിക്കാൻ മടിയാണ്. എന്നിട്ട് ഏഹ്, ഇതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോകും. എന്നിട്ട് ആരും ചോദിക്കാൻ നേരം ജിമ്മ് കൊള്ളത്തില്ല, ട്രെയിനർ കൊള്ളത്തില്ല, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവനൊക്കെ ജിമ്മിലോട്ട് വരും, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, പോകുന്ന വഴി വല്ല ബജ്ജിയും ബർഗറും ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകും, കിടന്നുറങ്ങും, പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ജിമ്മ് നിർത്തും, 10 ദിവസം കഴിയുമ്പോൾ പിന്നെയും വരും. മനസ്സിലായി? ഇതൊക്കെയാണ് നടക്കുന്നത്. എന്നിട്ട് ഇവനൊന്നും ഒരു റിസൾട്ടും കിട്ടത്തില്ല. എന്നിട്ട് റിസൾട്ട് കിട്ടുന്ന ആൾക്കാരോട് പറയും, അവൻ മെഡിസിൻ ആണ്, അവൻ അത് കഴിച്ചിട്ടാ, അവൻ ഇത് കഴിച്ചിട്ടാ എന്നൊക്കെ പറഞ്ഞു നടക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരോടാണ് പറയുന്നത്, കഷ്ടപ്പെടുക. നിങ്ങൾക്ക് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ പല ജിമ്മുകളിലും അവിടെ ട്രാൻസ്ഫോർമേഷൻ കാണും. കുറെ ആൾക്കാർ 3 മാസം കൊണ്ട് കുറച്ചത്, 6 മാസം കൊണ്ട് കുറച്ചത്, 2 വർഷം കൊണ്ട് കുറച്ചതൊക്കെ കാണും. അത്രയും അവർ കഷ്ടപ്പെട്ടിട്ടാണ് കുറയ്ക്കുന്നത്. അല്ലാതെ ജിമ്മിൽ വന്നിട്ട് അവിടെ അഡ്മിഷനും എടുത്ത് ട്രെയിനറെ കണ്ട് കിളിച്ച് കാണിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആർക്ക് റിസൾട്ട് കിട്ടത്തില്ല. ആദ്യം നിങ്ങൾ കഷ്ടപ്പെടുക. മനസ്സിലായി? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മര്യാദയ്ക്ക് കഷ്ടപ്പെട്ട് റിസൾട്ട് ഉണ്ടാക്കുക.